क्राइम अलर्ट, जुर्म के खिलाफ आवाज। എങ്ങനെയാടാ വണ്ടി ഓടിക്കുന്നത്? എന്താ പറഞ്ഞത്? ഓവനെ നന്നായിട്ട് പിടിക്കടാ. എടാ പന്നി, നിന്നെ ഞാൻ നീത, നീത, അമ്മേ, ദാമ്മേ കഴിക്ക്. ഒരെണ്ണം എടുത്തോ. മതി മോളെ. എന്താമ്മ വീട് മൊത്തം നല്ല മണാണല്ലോ. സ്പെഷ്യൽ സബ്ജി എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ അമ്മേ? സ്പെഷ്യലായിട്ട് തന്നെയാ ഉണ്ടാക്കിയത്. പക്ഷെ അത് ഞാനല്ല, നീതിയാ ഉണ്ടാക്കിയത്. അവളുണ്ടാക്കിയ ഞാനുണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ സ്വാദുണ്ടാവും. ചേട്ടത്തി, ഞാനെന്താ പറഞ്ഞോന്നേ, പ്രഹ്ലാദന് നമുക്കൊരു പുതിയ ബൈക്ക് വാങ്ങിക്കൊടുത്താലോ? അതെന്തിനാ? നിങ്ങൾക്കെന്താ മനസ്സിലാവാത്തെ? എത്ര വർഷം ഒരേ ബൈക്ക് ഓടിക്കുക? കോളേജിൽ പോകുന്ന കുട്ടിക്ക് ബൈക്ക് വേണ്ടേ? വാങ്ങിച്ചു കൊടുക്ക്. എന്നാ ശരി, കൊടുത്തേക്കാം. നിന്റെ ഏട്ടത്തി പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ നിനക്കൊരു ബൈക്ക് വാങ്ങിച്ചുതരാം. സൂക്ഷിച്ച് ഓടിക്കണം കേട്ടോ. ചേട്ടാ, എനിക്ക് ഒരു പുതിയ സ്കൂട്ടി വേണം. നിനക്കെന്തിനാ? കഴിഞ്ഞ വർഷമല്ലേ പുതിയത് വാങ്ങിയേ? എല്ലാരും ഓരോന്ന് മേടിക്കുമ്പോ എനിക്ക് എന്തെങ്കിലും വേണ്ടേ? പിന്നെ നിനക്കും എന്തായാലും വാങ്ങിത്തരാം. ഹെലികോപ്റ്റർ. ആദ്യം പോയി 4 അക്ഷരം പഠിക്കാൻ നോക്ക്. ആന്റി നമസ്കാരം. ആ നമസ്തേ. വരും മോനെ, പോയിരിക്ക. എല്ലാരും ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണെന്ന് തോന്നുന്നല്ലോ. ആ, ചിറ്റപ്പന്റെ പുതിയ ബൈക്ക് കിട്ടാൻ പോവാ. ഓഹോ, അതെന്തായാലും പൊളിച്ചു ബ്രോ. ചേട്ടത്തി, എനിക്ക് വല്ലാതെ വിശക്കുന്നുണ്ട്. അതിനെന്താ, നിങ്ങൾക്ക് വേണ്ടിയ പ്ലേറ്റ് എടുത്തത്. ഓ താങ്ക് യു. പ്ലീസ് പ്ലീസ് പ്ലീസ്. എടാ, നിതെടുത്തയുടെ ഫുഡ് നല്ല അടിപൊളിയായിരുന്നു. ഭാഗ്യമുള്ളതുകൊണ്ട് എനിക്ക് അവളെ കിട്ടിയത്. അത് ശരിയാ. എടാ, പിന്നെ റെക്ലാമിലെ പാർട്ടി ഫോൺ ചെയ്തിരുന്നു. ഓ അത് ശരി. ഇന്ന് വൈകുന്നേരം ഒരു മീറ്റിംഗ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. എന്നാ ശരി, ഗുപ്തയോട് സംസാരിച്ച് നമുക്ക് എന്നാ വെച്ചാൽ ചെയ്യാം. ശരി. സത്യത്തിൽ പാർട്ടി പെട്ടെന്ന് ഇക്കാര്യം സമ്മതിക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. സഞ്ജയ്, നിന്റെ ഒപ്പം ആരാണ് വന്നിരിക്കുന്നത് നോക്ക്. എടാ, എനിക്ക് നല്ല വിശപ്പുണ്ട്. അതെ, എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. വല്ലതും കിട്ടുമെന്ന് നമുക്ക് നോക്കാം. എടാ, നിർത്തിക്ക്. അല്ല, ഇത് എപ്പോഴാണ് ഓപ്പൺ ചെയ്തത്? എടാ, ഇത് കണ്ടിട്ട് എനിക്കത്ര ശരിയാണെന്ന് തോന്നുന്നില്ല. നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മൾ എപ്പോഴും കഴിക്കുന്ന ഹോട്ടലില്ലേ, നമുക്ക് അവിടെ പോവാം. ഹലോ സാർമാരെ, അകത്തേക്ക് വരൂ. ഇവിടെ നല്ല ഭക്ഷണം റീസണബിൾ റേറ്റിലാണ് കിട്ടുന്നത്. അതേപോലെ കുടിക്കാനും എല്ലാം കിട്ടും. എന്നാ നമുക്കൊരു തവണ ട്രൈ ചെയ്ത് നോക്കാന്നേ. വാടാ. ശരി, വന്നോളൂ.
ആ നീത, മനീഷ് നിങ്ങൾ എവിടെയാ? ഞങ്ങൾ ഇവിടെ ക്ലയന്റിനൊപ്പാണ്. ഇവിടുന്ന് ഡിന്നർ കഴിക്കാം. നേരത്തെ പറഞ്ഞൂടായിരുന്നോ? ഞാൻ കാത്തിരിക്കില്ലല്ലോ. സോറി നീത, നീ ആഹാരം കഴിച്ചു കിടന്നു. ഞാൻ വരാൻ ലേറ്റ് ആവും. മനീഷ്, നീ കുടിച്ചിട്ടുണ്ടോ? അതിപ്പോ ക്ലയന്റ്സ് ഉണ്ടാവുമ്പോ അവർക്ക് കമ്പനി കൊടുക്കണ്ടേ, അതുകൊണ്ട് കുറച്ച് കുടിച്ചോളൂ. കൂടുതലാവരുത്. അമ്മ അറിഞ്ഞു കഴിഞ്ഞാ പിന്നെ വെറുതെ വിഷമിക്കും. ടെൻഷൻ അടിക്കണ നീത, ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. ശരി എന്നാ. എന്തായാലും അടിച്ചു പൊളിച്ചടാ. എടാ നിനക്ക് കള്ള് നന്നായിട്ട് കേറിട്ടുണ്ടല്ലോ. ഒരു കാര്യം ഓർത്തോ, ഇത് നമ്മുടെ ആദ്യത്തെയും അവസാനത്തെയും വിസിറ്റാണ്. ശരി, ഓക്കെ. ഒന്ന് നിന്നേ. നിങ്ങളുടെ പേരെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോവാമോ? മനീഷ്. നമ്പർ തന്നിട്ടില്ലേ? സേഫ് ആയിട്ട് വച്ചേക്ക്. ബൈ ബൈ. വാടാ. ഇവന്റെ അടുത്തുനിന്ന് എത്ര കിട്ടും കൊച്ചേ? ഒരുപാട് പൂത്ത കാശുണ്ടെന്ന് തോന്നുന്നു. ഒരല്പം ഒന്നങ്ങ് വളച്ചെടുത്താലുണ്ടല്ലോ, പിന്നെ വെണ്ണ പോലെ അതിങ്ങി വന്നോളും. മനീഷ്, ഇത്രയും കുടിക്കരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ? വാ, വന്ന് കിടക്കാൻ നോക്ക്. മുറിയിലേക്ക് പോവാം, വാ. മനീഷ്, നീ ഭയങ്കര സുന്ദരിയാ. പാലൊന്ന് കടങ്ങിയെടുത്ത വെണ്ണ പോലെ. I love you, ദിവ്യ. ദിവ്യയോ? മനീഷ്, ഞാൻ ദിവ്യയല്ല. എന്നെ സമ്മതിച്ച നീ തന്നെയാണ് ദിവ്യ. സംഗീതയും നീ തന്നെയാ, രേഖയും നീ തന്നെയാ, നീ തന്നെയാ നീത. വെറുതെ മൂഡ് കളയണ്ടേ. ദിവ്യയോ? മനീഷ്, ഞാൻ ദിവ്യയല്ല. നീത,
നീത നീത ഞാൻ പറയുന്ന കേക്ക്. ഐ എം സോറി. ദേ നോക്ക്, ഇനി ഒരിക്കലും നിങ്ങൾ ഇത്രയും കുടിക്കരുത്. എനിക്കതൊട്ടും ഇഷ്ടമല്ല. ആ പിന്നെ എനിക്ക് ദിവ്യ ആവുകയും വേണ്ട, സംഗീതയാവുകയും വേണ്ട, രേഖയാവുകയും വേണ്ട. ഞാൻ നീത്തയാണ്. നീത്തയായാൽ മതി എനിക്ക്. ആ ഡാർലിംഗ്, നീ നീത്തയാണ്. നീത്തയായിട്ടുണ്ടായാൽ മതി. ആ ക്ലയന്റിനെ കമ്പൽ ചെയ്ത് കുടിപ്പിച്ചതാ. ഞാൻ എന്തെങ്കിലും ഇങ്ങനെ കുടിച്ചിട്ട് വന്നിട്ടുണ്ടോ? ഐ എം സോറി നീത, സോറി. ആ ശരി, പോട്ടെ. ഇന്ന് അമ്മയെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകേണ്ട ദിവസം, അത് മറക്കരുത്. ഓക്കെ, ഞാൻ കറക്റ്റ് സമയത്ത് വന്നോളാം. ഇപ്പൊ ഹാപ്പി ആയോ? ദിവ്യാണല്ലോ കോൾ ചെയ്യുന്നത്. ഇല്ല, ഞാൻ ആ വഴിക്ക് പോകാൻ പാടില്ല. ഹലോ മനീഷ് സർ, നിങ്ങൾ എന്നോട് ദേഷ്യത്തിലാണോ? ഹേ, അങ്ങനെയൊന്നുമില്ല. പിന്നെന്താ ഫോൺ എടുക്കാതിരുന്നത്? ജോലി തിരക്കായിരുന്നു. ഇല്ല, അങ്ങനെ ഒരു കാര്യമൊന്നുമില്ല. പക്ഷെ നിങ്ങളുടെ ഓർമ്മ വന്നു, അതുകൊണ്ടാ ഫോൺ ചെയ്തത്. എന്തേ, എന്തെങ്കിലും തെറ്റുപറ്റിയോ? നീ വിചാരിക്കുന്നൊന്നുമില്ല. ശരി, അങ്ങനെയാണെങ്കിൽ വാ. പിന്നെ ഒരു കാര്യം, എന്റെ വൈകുന്നേരം നിങ്ങളില്ലാതെ ഭയങ്കര ഇൻകംപ്ലീറ്റ് ആണ്. ഇത് നോക്ക്, എനിക്ക് അങ്ങനെ ദിവസം ഒന്നും വരാൻ പറ്റില്ല അങ്ങോട്ട്. ജസ്റ്റ് ഇന്ന് മാത്രം വരാമോ പ്ലീസ്? എന്തിനാ? ഇന്നവിടെ വല്ല സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടോ? ഒരു പ്രധാന കാര്യമുണ്ട്. ഒരുപക്ഷെ ഞാൻ ഇന്ന് നിങ്ങൾ വരുമ്പോ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതെല്ലാം കിട്ടുന്നതാണ്. പക്ഷേ മനസ്സ് വെച്ച് വിളിച്ചാ അത് റിജക്ട് ചെയ്യാനേ പാടില്ല. പിന്നെ ഒരു കാര്യം അറിയോ, ഞാൻ ആദ്യമായിട്ട് എന്റെ ജീവിതത്തിൽ ഒരാളെ ഫോൺ വിളിച്ച് വരാൻ പറയുന്നത്. ഇനി നിങ്ങൾ വന്നില്ലെങ്കിൽ ഞാൻ ഈ വൈകുന്നേരം മുഴുവൻ കരഞ്ഞുകൊണ്ട് ഇവിടെ തന്നെ ഇരിക്കും. ഇനി നിങ്ങളുടെ ഇഷ്ടം. നിനക്ക് എന്ത് തോന്നുന്നു? അവൻ വരുമോ? വരും. വരുന്ന് വെച്ചാ ഉറപ്പായിട്ടും വരും. മോളെ, മനീഷ് വരുന്നല്ലേ പറഞ്ഞത്? അതെ അമ്മ, വരാന്നാ പറഞ്ഞത്. ഞാൻ ഏതായാലും ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഹലോ. ഹലോ മനീഷ്, എവിടെയാ നിങ്ങള്? നീത തന്നെ അമ്മേനെ കൂട്ടിയിട്ട് ഡോക്ടറുടെ അടുത്തേക്ക് പോകാൻ പറ്റുമോ? എനിക്ക് പെട്ടെന്നൊരു മീറ്റിംഗ് അപ്പോയിന്റ്മെന്റ് കിട്ടി. പക്ഷേ പെട്ടെന്ന് അങ്ങനെ എന്ത് പ്രധാനപ്പെട്ട ജോലിയാ വന്നേ? ഞാൻ നിങ്ങളോട് രാവിലെ പറഞ്ഞല്ലേ. എന്റെ ബിസിനസ് നോക്കണ്ടേ? ഞാൻ നിന്നോട് പറഞ്ഞതില്ലേ, പാർട്ട്ണറും കൂടെ ഉണ്ട്. ഞങ്ങൾ ഒരുമിച്ചാ പോകുന്നേ. നിങ്ങളിപ്പോ എങ്ങോട്ടാ പോന്നേ? അത് ബിസിനസ് ഡീലിംഗ്സാ. നീ അറിഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പോവാ? എന്തു പറ്റി മോളെ? ഒന്നുമില്ലമ്മേ. കേട്ടിട്ടില്ലേ, ഏതൊരു തെറ്റായാലും അത് വലിയ തെറ്റായി മാറുന്നത് അത് വീണ്ടും വീണ്ടും അറിഞ്ഞിട്ട് ചെയ്യുമ്പോഴാണ്. അത് നിർത്താൻ തയ്യാറല്ലെങ്കിൽ, ഒരുപക്ഷെ അങ്ങനെ ഉണ്ടായാൽ ആ തെറ്റ് നന്മയുമായിട്ട് ടാലിയായി പോയിക്കോളും. മനീഷിന് അവന്റെ ജീവിതത്തിൽ എല്ലാം കിട്ടിയിരുന്നു. സാധാരണ ജനങ്ങൾക്ക് ആഗ്രഹമുള്ളതെല്ലാം അവന് കിട്ടി. വളരെ നല്ലൊരു ബിസിനസ്, അവനെ സ്നേഹിക്കുന്ന നല്ലൊരു കുടുംബം. പക്ഷെ മനീഷിന്റെ സന്തോഷമുള്ള ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നു തുടങ്ങി. എപ്പോൾ മുതലാണ് വന്നത്? ആദ്യമായിട്ട് ഡാൻസ് ബാറിൽ കാലുവെച്ചപ്പോ. പക്ഷെ രണ്ടാം തവണ ദിവ്യ വിളിച്ചിട്ട് അവൻ ബാറിൽ പോയ സമയത്ത് അത് വെറും തെറ്റല്ലായിരുന്നു. അവന്റെ ജീവിതത്തിനെ തന്നെ നശിപ്പിക്കുന്ന വലിയൊരു പ്രശ്നം, അതിന്റെ ആദ്യത്തെ പടിയായിരുന്നു അത്. മനീഷിന് ഇത് മനസ്സിലാക്കാൻ പറ്റിയില്ല. അവൻ ജീവിതത്തിൽ പുതിയ പുതിയ സന്തോഷങ്ങൾ തേടി യാത്ര പോകുമ്പോൾ ആ സന്തോഷത്തിന്റെ പുറകിൽ വലിയ ചതിക്കുഴികൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും മനീഷ് അത് തിരിച്ചറിഞ്ഞില്ല. അവൻ കടന്നു പോകുന്ന ആ പാതകളിൽ ദുഃഖവും വേദനകളും ചതികളും നിറഞ്ഞതാണെന്ന്. ഇപ്പോൾ അവന്റെ ജീവിതം എന്തായിത്തീരും? അവനിൽ മാറ്റങ്ങൾ വരുമ്പോൾ അവന്റെ കുടുംബത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരിക്കും? നമസ്കാരം, ഞാൻ അമിത് പച്ചോരി. ക്രൈം അലർട്ടിന്റെ ഈ എപ്പിസോഡിൽ ഞങ്ങൾ നിങ്ങളെ കാണിക്കുന്നത് നന്മയും തിന്മയും തമ്മിലുള്ള ഒരു പോരാട്ടമാണ്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ പല കാര്യങ്ങളും മനസ്സിലാകും.
ഇന്ന് വേണ്ട. മോളെ മനീഷിനോട് പറയണം ഞാൻ ഡോക്ടറെ കണ്ടു വന്നുവെന്ന്. എനിക്കൊരു പ്രശ്നമില്ലെന്നും പറയണം കേട്ടോ. അല്ലെങ്കിൽ എന്റെ കുട്ടി വല്ലാതെ ടെൻഷൻ അടിച്ചു പോകുമല്ലേ. മോളെ ഞാൻ പോയി ഒന്ന് കിടക്കട്ടെ. പ്രഹ്ലാദ്, ഞാൻ അമ്മയോട് ഒരു കാര്യം പറഞ്ഞില്ല. പക്ഷെ മനീഷിനോട് പറഞ്ഞേ പറ്റൂ. അതായത് അമ്മയുടെ കിഡ്നിയിൽ പ്രോബ്ലം ഉള്ള കാര്യം. എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്തേ പറ്റൂന്നാ പറഞ്ഞ്. ഞാനൊരു കാര്യം ചെയ്യാം, ഇപ്പൊ തന്നെ മനീഷിനെ വിളിച്ച് പറഞ്ഞേക്കാം. മനീഷിന്റെ ഫോൺ സ്വിച്ച് ഓഫ് എന്നാ വരുന്നേ. മനീഷ് സാർ, ആ പറയുന്നേ. നിങ്ങൾ എവിടെ പോവാ? ഞാൻ രാജ്മഹൽ വഴിയാ പോന്നേ. എനിക്ക് സുധാമൻ നഗറിലേക്ക് പോണം. എന്നെയും കൂടെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാമോ? ആ പിന്നെന്താ, പോകുന്ന വഴിക്ക് ഞാൻ ഡ്രോപ്പ് ചെയ്തേക്കാം. കേറൂ. മനീഷ് സാർ, ഞാൻ ഇവിടെയാ താമസിക്കുന്നത്. എന്നാ ശരി, നീ ചെല്ല്, ഞാനും ഇറങ്ങാം. മനീഷ് സാർ, ഇന്ന് നിങ്ങൾ മദ്യം അധികം കുടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ വീട്ടിൽ നിന്ന് നാരങ്ങ വെള്ളം കുടിച്ചിട്ട് ബോധമൊക്കെ വന്നതിന് ശേഷം വീട്ടിലേക്ക് പോകാം. എന്താ, നിങ്ങൾക്ക് എന്നെ കണ്ടിട്ട് പേടിയാവുന്നുണ്ടോ? എനിക്ക് നിന്നെ കണ്ടിട്ട് ഒരു പേടിയില്ല. ഞാൻ പേടിക്കുന്നത് എന്നെ തന്നെയാ. എന്നെ കുറിച്ചുള്ള പേടി വേണ്ട കേട്ടോ. എന്റെ വീട്ടില് എന്റെ അമ്മയും കൂടെയുണ്ട്. വന്നോളൂ. ഓക്കെ. വരൂ. ഇതാ എന്റെ ചെറിയ വീട്. അല്ല, ഇവിടെ ഒന്നും അമ്മേനെ കാണുന്നില്ലല്ലോ. അമ്മ മേലെയാ, വാ കാണാം. ശരി, പോവാം. വരൂ. അമ്മേ. ദിവ്യ, മോളെ നീ വന്നു? ആ അമ്മേ. അമ്മേ, ഇതാണ് മനീഷ് സാറ്. നമസ്കാരം അമ്മേ. വേണ്ട, കിടന്നോളൂ. എന്താണ് പ്രോബ്ലം അമ്മയ്ക്ക്? അമ്മ പാരാലിസിസ് ആയിട്ട് കിടക്കാണ്. അമ്മയുടെ 2 കാലിനും ശേഷിയില്ല. അമ്മ ഉറങ്ങിക്കോ, ഞാൻ താഴെ പോയിട്ട് വരാം. ശരി അമ്മേ, നന്നായിട്ട് കിടന്ന് റെസ്റ്റ് എടുക്കൂ. വന്നാലും നിങ്ങൾ ഇരിക്കേ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇപ്പൊ നാരങ്ങളും ഉണ്ടായിക്കൊണ്ടുവരാം. number you are trying to call is currently switched off. Please try again later. ഹലോ. ഹലോ സഞ്ജയ് ചേട്ടാ, ഞാൻ നീതയാ സംസാരിക്കുന്നത്. ഇതാ കുടിക്കേ, നാരങ്ങ വെള്ളം. താങ്ക് യു. ഞാൻ റൂമില് ചേഞ്ച് ചെയ്യാൻ പോയതാ. ഒരുപാട് വീട്ടിപ്പിച്ചില്ലല്ലോ അല്ലേ? അതൊന്നും ഒരു കുഴപ്പമില്ല. ദിവ്യ, നിങ്ങളുടെ അച്ഛനൊക്കെ എന്തുപറ്റി ദിവ്യ? അച്ഛൻ എവിടെയാ? അച്ഛനില്ല എനിക്ക്. എന്നുവെച്ചാ അച്ഛൻ എനിക്ക് ഇല്ലെന്നാ. പിന്നെ 3 വർഷമായിട്ട് അമ്മയുടെ അവസ്ഥ ഇങ്ങനെയാണ്. ഐ ആം സോ സോറി. നിങ്ങൾ എന്തിനാ സോറി പറയുന്നത്? നിങ്ങൾക്കറിയുമോ മനീഷ്, ഞാൻ ഭയങ്കര തനിച്ചാണ്. എന്റെ ജീവിതത്തിൽ അമ്മയല്ലാതെ വേറെ ആരുമില്ല. പിന്നെ അമ്മയുടെ ഈ അവസ്ഥയില്
എനിക്ക് എങ്ങോട്ടും പോയി ജോലി ചെയ്യാനും കഴിയുന്നില്ല. അങ്ങനെയാണെങ്കിൽ നിനക്ക് വേറെ എന്തെങ്കിലും ജോലി ചെയ്തൂടെ? നിങ്ങൾ പറഞ്ഞത് ശരിയാ. പിന്നെ പഠിത്തം കംപ്ലീറ്റ് ആക്കിയിരുന്നെങ്കിൽ നല്ലൊരു ജോലിയെങ്കിലും കിട്ടിയേനെ. പിന്നെ അമ്മയുടെ അവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഈ ബാറിൽ ഇങ്ങനെ ഡാൻസ് കളിക്കാൻ ആർക്കാ ഇഷ്ടമുള്ളത്? ദിവ്യ, വിഷമിക്കണ്ട. ഒരു ദിവസം എല്ലാം ശരിയാവും. നീ സമാധാനിക്കേ. ദിവ്യ, മനീഷ്, നീ കരയണ്ട. അമ്മേ, അമ്മ ഇതുവരെ കിടന്നില്ലേ? എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? ഓർക്കം വരുന്നില്ലേ അമ്മയ്ക്ക്? മോളെ, വൈകുന്നേരം മുതൽ ഞാൻ കാണുന്നുണ്ട് മനീഷിന്റെ കാര്യത്തിൽ നിനക്ക് നല്ല വിഷമമുണ്ട്. എന്റെ മനസ്സിന് എന്തൊക്കെയോ ടെൻഷൻ. മോളെ, എന്താ കാര്യം? അമ്മേ, എനിക്ക് തോന്നുന്നു നമ്മുടെ കുടുംബത്തിന് ആരുടെയോ കണ്ണ് കിട്ടിയിട്ടുണ്ടെന്ന്. നോക്ക് മോളെ, എല്ലാ കാര്യത്തിലും നമ്മൾ നല്ലതുപോലെ ഷാർപ്പായി ഇരുന്നാല് പിന്നെ ആര് കണ്ണുവെച്ചാലും നമ്മളെ അത് ഒരിക്കലും ബാധിക്കില്ല. എന്നാ ശരി, ഞാൻ ഇറങ്ങട്ടെ. ഞാൻ നിങ്ങളെ കാത്തിരിക്കും. വാ മോളെ, നീ അദ്ദേഹത്തെ നിന്റെ കാമുകനാക്കി മാറ്റിയോ? ഇതെല്ലാം നിങ്ങൾ തന്നെയല്ലേ പഠിപ്പിച്ചു തന്നത്? അവനെ നന്നായി പരിപാലിക്കണം. ഒരു 10-12 ലക്ഷം കിട്ടും. അമ്മേ, 10-12 ലക്ഷം കൊണ്ട് ഇപ്പോഴൊക്കെ എന്ത് ചെയ്യാനാ? ഞാനാണെങ്കില് കുറച്ച് ദൂരം കൂട്ടിയാ ചിന്തിക്കുന്നത്. മനീഷ്, അവിടെ നിന്നേ. ഇന്ന് മീറ്റിംഗിന് നിങ്ങളുടെ കൂടെ സഞ്ജയ് ഉണ്ടായിരുന്നോ? എന്തേ? നിങ്ങളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നോണ്ട് ഞാൻ സഞ്ജയെ വിളിച്ചു. നിനക്ക് അവനെ വിളിക്കേണ്ട എന്ത് കാര്യം ഉണ്ടായത്? എന്ത് ആവശ്യമുണ്ടെന്ന് ചോദിച്ചാൽ എന്ത് പറയാനാ? സഞ്ജയ് നിങ്ങളുടെ ബിസിനസ് പാർട്ട്ണറാ, നിങ്ങളുടെ കൂട്ടുകാരനാ. നിങ്ങളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയതുകൊണ്ട് സഞ്ജയെ വിളിച്ചാൽ ഇപ്പൊ എന്താ അത്ര തെറ്റുള്ളത്? പാർട്ട്ണർ ആയതുകൊണ്ട് എല്ലാ കാര്യത്തിലും അവൻ എൻ്റെ ഒപ്പം ഉണ്ടാവുമെന്ന് പറയാൻ പറ്റുമോ? ചില കാര്യങ്ങൾ ഞാൻ തനിച്ചും ചെയ്യാറുണ്ടല്ലോ. അത് റിലേറ്റഡ് ആയിട്ടാണ് ഞാൻ മീറ്റിംഗിന് പോയത്. നോക്ക് മനീഷ്, വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്ത് വെറുതെ ഒറ്റപ്പെടാൻ നോക്കണ്ട. നീ എന്താ ഉദ്ദേശിക്കുന്നേ? കുട്ടികളെ കുറിച്ച് ചിന്തയില്ല, അമ്മയെ കുറിച്ച് ചിന്തയില്ല, സഹോദരങ്ങളെ കുറിച്ചും ചിന്തയില്ല. അമ്മയെ കുറിച്ച് ഡോക്ടർ എന്തു പറഞ്ഞു പോലും നിങ്ങൾ ഇതുവരെ ചോദിച്ചില്ല. സോറി നീത, ഡോക്ടർ എന്താ പറഞ്ഞത്? അമ്മയ്ക്ക് കിഡ്നിക്ക് പ്രോബ്ലം വന്ന ഡോക്ടർ പറഞ്ഞത്. ഓ ഗോഡ്. പക്ഷെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഡോക്ടർ പറഞ്ഞു എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ എല്ലാം നോർമൽ ആയിക്കോളൂന്ന്. ഓ താങ്ക് ഗോഡ്. അല്ലെങ്കിലും അമ്മയുടെ എല്ലാ കാര്യങ്ങളും നോക്കാൻ നീ ഇവിടെ ഇല്ലേ? ഞാനുണ്ട് മനീഷ്. പക്ഷെ ഇങ്ങനെ ഓരോ ദിവസവും ലേറ്റ് ആയിട്ട് വരുന്നത്, ബിസിനസിന്റെ പേരും പറഞ്ഞ് കണ്ടവരുടെ കൂടെ കറങ്ങി നടക്കുക, വീട്ടിൽ കയറി വന്ന് കണ്ട പെണ്ണുങ്ങളുടെ പേര് വിളിച്ചു പറയാ, എന്ത് ചെയ്യാനാ? തന്നെ സംശയമാണോ? സംശയിക്കേണ്ട സാഹചര്യം നിങ്ങളല്ലേ ഉണ്ടാക്കിയത്. എന്ന് വെച്ചാ നിങ്ങൾ ബുദ്ധിമാനാണ്. ഞാൻ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. വാ, കൊള്ളാലോ. ഇന്ന് സമയത്തിന് മുമ്പേ വന്നല്ലോ. ഇപ്പൊ നിന്റെ ദിവ്യ തയ്യാറായിട്ട് പോലും ഇല്ലല്ലോ. ആ പിന്നെ ഞാൻ നിന്നോട് പറയാൻ വന്നത്, ഈ ജോലിയൊക്കെ നീ വിട്ടേക്ക്. നീ എന്റെ കൂടെ മാത്രം ജീവിക്ക. ബാക്കിയുള്ള എല്ലാ ചെലവും ഞാൻ നോക്കി നടത്താം. നിങ്ങൾ ഞാൻ പറയുന്ന ഒന്ന് മനസ്സിലാക്ക്. എനിക്കിതൊന്നും ചെയ്യാൻ കഴിയില്ല. എന്തുകൊണ്ട് ചെയ്യാൻ പറ്റില്ല? എന്താ നിന്റെ പ്രശ്നമേ? പ്രോബ്ലം എന്താന്ന് വെച്ചാ, ഡാൻസ് ബാറുകാരെ എനിക്ക് 1 വർഷത്തെ കോൺട്രാക്ട് സൈൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതെനിക്ക് ഒരിക്കലും ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ സംസാരിക്കാം.
ഇല്ല മനീഷ്, നിങ്ങൾക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾക്ക് അറിയില്ല, ഇവര് ഭയങ്കര ഡേഞ്ചറസ് ആൾക്കാരാണ്. നിങ്ങളെ അവര് എന്ത് വേണമെങ്കിലും ചെയ്യും. അല്ല എന്ന് വെച്ചാൽ അങ്ങനെ വിടാൻ പറ്റുമോ? എന്ന് വെച്ചാൽ അവരെ പിടിച്ച് എന്നെ വിട്ടുകൊടുക്കാൻ പറ്റുമോ? അവരുടെ ഗുണ്ടായസൊന്നും എൻ്റെ അടുത്ത് നടക്കില്ല. എങ്ങനെ ഡീൽ ചെയ്യേണ്ടത് എനിക്ക് നന്നായിട്ട് അറിയാം. നീ ആദ്യം നിന്റെ തീരുമാനം പറ. ബാക്കിയുള്ള കാര്യം ഞാൻ ഏറ്റു ദിവ്യ, ഞാൻ നോക്കിക്കോളാം. മനീഷ് പ്ലീസ്, നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കേ. അത് മാത്രമല്ല, എനിക്ക് ഭയങ്കര കടമാണ്. അമ്മയുടെ അസുഖത്തിന്റെ കാശ്, വീടിന്റെ വാടക, ഡോക്ടറിന്റെ ഫീസ്, പിന്നെ ഒരുപാട് കാര്യങ്ങൾ. അത് മാത്രമല്ല, ഏറ്റവും വലിയ കാര്യം എന്താന്ന് വെച്ചാ എനിക്ക് ആഗ്രഹമില്ല. അതായത് നമ്മുടെ രണ്ടുപേരുടെ ഇടയിൽ കാശിന്റെ കാര്യം വെച്ച് എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടാവണമെന്ന്. അതൊന്നും ആലോചിച്ച് നീ വിഷമിക്കണ്ട. അതൊക്കെ ഞാൻ ഇനി നോക്കിക്കോളാം. നീ ഇപ്പൊ എന്നോട് ഒരു കാര്യം പറ. ആ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാൻ എത്ര പൈസ വേണ്ടി വരും? നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കേ. അല്ല എന്ത് മനസ്സിലാക്കാനാ? നീ തന്നെ പറ. ഇനി നമ്മൾ രണ്ടുപേരും സ്നേഹത്തിന്റെ കാര്യം സംസാരിക്കുള്ളൂ. 2 ദിവസം കഴിഞ്ഞിട്ടാ വന്നേക്കുന്നേ. നീ പറ. ഞാൻ പറഞ്ഞത് നീ അനുസരിക്കില്ലേ? നിങ്ങള് ഞാൻ പറയുന്ന കാര്യം മാത്രം ചെയ്താ എന്ത്? നിഷേധിക്കില്ലല്ലോ അല്ലേ? ഇല്ല. ഇന്ന് നിങ്ങൾ എന്റെ വീട്ടിലേക്ക് വരാമോ പ്ലീസ്? ശരി. താങ്ക് യു. നിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഓഫീസ് ടൈമിൽ വരുന്നില്ല, പാർട്ടിയുടെ സമയത്ത് വരുന്നില്ല. ആദ്യം ഒരു 5 ലക്ഷം രൂപ പേഴ്സണൽ ലോൺ എടുത്തു, അതിനുശേഷം 10 ലക്ഷം രൂപ എടുത്തു. നീ എന്തെങ്കിലും ഒന്ന് പറയേ, എന്താ ശരിക്കും സംഭവിക്കുന്നത്? ഇതാ നോക്ക്, എനിക്ക് ഇതൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല. എനിക്ക് ആവശ്യമുള്ളത് ഒന്ന് ചെയ്തു താ. എനിക്ക് അത്യാവശ്യമാണ്. കുറഞ്ഞ പക്ഷേ ഇതെങ്കിലും ഒന്ന് പറയേ. വീട്ടിൽ കാര്യം എല്ലാവർക്കും അറിയാമോ? നീ ആവശ്യമുള്ള ടെൻഷൻ അടിക്കണ്ട. എവിടെ എങ്ങനെ ടെൻഷൻ ഇല്ലായിരിക്കും? ഇപ്പൊ എത്രയും പെട്ടെന്ന് ഫോൺ ചെയ്ത് ഇങ്ങോട്ട് വരാൻ പറയുന്നു, എന്നിട്ട് ടെൻഷൻ അടിക്കണ്ടെന്ന്. ശരി, നീ കമ്പനിയുടെ അക്കൗണ്ടിൽ നിന്ന് കാശ് മേടിച്ചോ. എനിക്ക് നിന്നെ കുറിച്ചും ചേട്ടത്തിന്റെ കാര്യത്തെക്കുറിച്ചും വിഷമമുണ്ട്. എന്ത് ചെയ്താലും അത് നന്നായിട്ട് ആലോചിച്ച് ചെയ്യേ. നീ അതിനെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കണ്ട. പിന്നെ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. വീട്ടിൽ നീ ഈ കാര്യം ആരോടും പറയാൻ പാടില്ല. പറയരുതെന്നോ? അപ്പൊ നീ ഇതെല്ലാം ദിവ്യയ്ക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്? ശരി, എന്നാ ഞാൻ പോവാ. എടാ, നീ എങ്ങോട്ടാ പോകുന്നെന്ന് പറഞ്ഞിട്ടെങ്കിലും കുറച്ച് പേഴ്സണലാ. ഇവന്റെ ഇടയിൽ എപ്പോഴാണ് ഈ പേഴ്സണൽ മാറ്ററൊക്കെ ഉണ്ടാകാൻ തുടങ്ങിയത്? ഹലോ, നീതേട്ടത്തി. ദിവ്യ എന്ന ബാർ ഡാൻസറുടെ പുറകെ മനുഷ്യ ഇത്രയ്ക്ക് പ്രാന്തി പിടിച്ച് നടക്കുമെന്ന് ഞാൻ ചിന്തിച്ചതേയില്ല. വേറൊരു കാര്യം അറിയോ? ഓഫീസിൽ നിന്ന് 15 ലക്ഷം രൂപ അവൻ പേഴ്സണൽ ലോൺ എടുത്തിട്ടുണ്ട്. എന്താ സഞ്ജയേട്ട, ഇത്രയൊക്കെ ഉണ്ടായിട്ടും ഒരിക്കൽ പോലും നിങ്ങൾക്ക് എന്നോട് പറയണമെന്ന് തോന്നിയില്ലേ? ഞാൻ മനീഷിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കി, പക്ഷെ എത്രയൊക്കെ ശ്രമിച്ചിട്ടോ അവനത്. എനിക്ക് ആ ഡാൻസ് ബാറിന്റെ അഡ്രസ് ഒന്ന് തരാൻ പറ്റുമോ? നീ മേഘയോട് സംസാരിച്ചോ? മറ്റന്നാൾ കഴിഞ്ഞിട്ട് വരാനാ പറഞ്ഞത്. എന്നാ ശരി, ഞാൻ ചെല്ലാം. മനീഷ്, നിങ്ങൾ എന്നെക്കാരും ഡിസ്റ്റർബ്ഡ് ഒന്നും അല്ലല്ലോ അല്ലേ? ഡോണ്ട് വറി, ഞാൻ അവരോട് സംസാരിക്കാം. അവർക്ക് മനസ്സിലാവും. ആ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാനല്ലേ അവർ പറഞ്ഞ പൈസ എണ്ണി കൊടുത്തത്. നീ കൂടുതൽ ടെൻഷൻ അടിക്കണ്ട. എല്ലാം ഞാൻ നോക്കിക്കോളാം. എന്തോ അറിയില്ല, ഛർദ്ദിക്കാൻ വരുന്നു. എന്താണ് മാഷേ, കുട്ടികളുടെ കളിയൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടോ? തോന്നുമ്പോഴൊക്കെ കോൺട്രാക്ട് മാറ്റിക്കൊണ്ടേയിരിക്കുന്നു. നീ എന്താ വിചാരിച്ചേ? 15 ലക്ഷം കൊണ്ട് എല്ലാം അങ്ങ് സെറ്റാവുമെന്ന് വിചാരിച്ചോ? ഞങ്ങളുടെ അഗ്രിമെന്റിലും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. കോൺട്രാക്ട് തിരുന്നതിന് മുമ്പ് ബാർ വിട്ട് പോവാണെങ്കിൽ 15 ലക്ഷം കൊടുക്കണം എന്നല്ലേ പറഞ്ഞത്? ദിവ്യയുടെ ഡിമാൻഡ് കൂടിയിട്ടുണ്ട്. ഇവള് ഞങ്ങളെ വിട്ടിട്ട് പോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു നഷ്ടം ഉണ്ടാവില്ലേ? അതുകൊണ്ട് മൊത്തത്തിൽ ഒരു 20 ലക്ഷം രൂപ തന്നിട്ട് പൊക്കോ. എന്താ, തരാല്ലേ? ആ, എന്നൊരു 5 ലക്ഷം രൂപ കൂടി ഞാൻ റെഡിയാക്കി തരാം. അത് കിട്ടിക്കഴിഞ്ഞിട്ട് വീണ്ടും നീ ഡിമാൻഡ് കൂട്ടരുത്, പറഞ്ഞേക്കാം. ഒന്നും ഉണ്ടാവില്ല. പക്ഷെ നീ ആ 5 ലക്ഷം രൂപ എനിക്ക് തരാത്തടത്തോളം ദിവ്യ റാണി എന്റെ റാണിയായിട്ട് വീട്ടിൽ നിന്നോട്ടെ.
കാരണം മുഴുവൻ കാശ് കൊടുക്കാതെ എന്ത് മേടിച്ചാലും അത് കൊണ്ടുപോകാൻ പറ്റില്ല. അതെനിക്ക് നഷ്ടം വരുത്തി വെക്കില്ലേ? പിന്നെ വേറൊരു കാര്യം, ഇന്നത്തടം കഴിഞ്ഞ് ഇവളെ കാണാൻ പാടില്ല. അങ്ങനെ സംഭവിച്ചാൽ ഞാൻ ഏതറ്റം വരെയും പോവും. ഏയ് ബാബു, നിനക്ക് ഇവളെ കെട്ടണമെന്നുണ്ടോ? ഞാൻ ഓൾറെഡി കല്യാണം കഴിച്ചതാ. എനിക്ക് എന്റെ ഭാര്യയും കുട്ടിയാണ് ഏറ്റവും പ്രധാനം. പക്ഷെ നീ ഇപ്പൊ ഇവളെ സ്നേഹിക്കുന്നില്ലേ? നീ ഭയങ്കര സംഭവമാണല്ലോ. നീ നിന്റെ ഭാര്യയെ സ്നേഹിക്കുന്നു, ഇവളെ സ്നേഹിക്കുന്നു. നീ ഭയങ്കര സ്നേഹക്കാരനാണല്ലോ. അത് തീർന്നു പോകത്തില്ലേ? നിന്റെ ഭാര്യയെ വിടാനും പറ്റത്തില്ല, ഇവളെ ഒട്ട് വിടാനും പറ്റില്ല. അപ്പൊ ഇവളെ കീപ്പായിട്ട് വെച്ചേക്കാനാണോ നിന്റെ ആഗ്രഹം? നിന്റെ സ്നേഹത്തിൽ എന്തെങ്കിലും ഒരു സത്യം ഉണ്ടെങ്കിൽ നിന്റെ ഭാര്യയെ വിട്ടിട്ട് വരാൻ നോക്ക്. 5 ലക്ഷം ഞാൻ കളയും. മനീഷ്, ഞാൻ പ്രഗ്നന്റ് ആണ്. നീ വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കും. ഒരു പക്ഷെ നിങ്ങൾ വന്നില്ലെങ്കിൽ ഞാൻ ജീവനോടെ ഇരിക്കില്ല. വിഷമിക്കണ്ട, ഞാൻ തീർച്ചയായും തിരിച്ചു വരും. അവിടെ നിൽക്കാൻ രഘു, ആ നിൽക്കുന്ന ലേഡി ആരാണെന്ന് ചെക്ക് ചെയ്. അവൾ എന്തിനാ നമ്മുടെ വീഡിയോ എടുത്തത്? അവക്ക് ഇത്രയ്ക്ക് ധൈര്യമോ? പിടിക്കണം അവളെ. അവള് രക്ഷപ്പെട്ടു പോയി. അവൾ ആരാണെന്ന് തിരക്കി പിടിച്ചേ മതിയാവോ? അതാരായിരിക്കും? നീ 5 ലക്ഷം രൂപ കൊണ്ടുവന്ന് തരാത്തടത്തോളം ദിവ്യ റാണി എന്റെ റാണിയായിട്ട് ഇവിടെ ഉണ്ടാവും. ഇന്നത്തടം കഴിഞ്ഞ് നീ ഇവിടെ കാണാൻ പാടില്ല. അഥവാ കണ്ടാൽ ഞാൻ ഏതറ്റം വരെയും പോവും. അക്കൗണ്ടിൽ ഇപ്പൊ വെറും 3 ലക്ഷം രൂപയേ ഉള്ളൂ. നിന്റെ സത്യത്തിൽ എന്തെങ്കിലും ഒരു സത്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് നിന്റെ ഭാര്യയോട് ഡിവോഴ്സ് മേടിക്ക്. 5 ലക്ഷം വേണ്ടാന്ന് വെക്കാം. ഞാൻ പ്രഗ്നന്റ് ആണ്. ഞാൻ നിങ്ങൾ വരാൻ വേണ്ടി ഉറപ്പായിട്ടും കാത്തിരിക്കും. ഒരു പക്ഷെ നിങ്ങൾ വന്നില്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ജീവനോട് ഉണ്ടാവില്ല. മനീഷ്, നിങ്ങൾ ഇവിടെ എന്താ ചെയ്യുന്നത്? ജോലിയിൽ ഒരുപാട് സ്ട്രെസ് ഉണ്ട്. ദാ കോഫി കുടിക്ക്. അത് പിന്നെ നിങ്ങളുടെ മോനും ഈയിടെയായിട്ട് ഭയങ്കര വിഷമത്തിലറിയോ? എന്തുകൊണ്ട്? അവൻ പറയായിരുന്നു ഇന്ന് 23rd ഓഗസ്റ്റ് ആണ്, നാളെ 24th ഓഗസ്റ്റ് ആണ്, അതായത് അവന്റെ ബർത്ത്ഡേ. അവന്റെ അച്ഛൻ എന്തോ വലിയ ഗിഫ്റ്റ് വാങ്ങിച്ചോണ്ട് വരുമെന്നും പറഞ്ഞ് പ്രതീക്ഷിച്ചിരിക്കുക. ഐ ആം സോ സോറി. ഈയിടെയായിട്ട് നിങ്ങൾ ഒരുപാട് സോറി പറയുന്നുണ്ടല്ലോ. ബട്ട് ഡോണ്ട് വറി, നിങ്ങൾക്ക് വേണ്ടി ഞാൻ അവന് ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്. താങ്ക് യു. ഞാൻ എന്താ പറഞ്ഞു വന്ന്? നമ്മൾ എല്ലാ വർഷവും പോകുന്ന പോലെ ഇത്തവണ അവന്റെ ബർത്ത്ഡേക്ക് നമുക്ക് അന്നപൂർണ ടെമ്പിളിൽ പോയാലോ? തീർച്ചയായും. ഒരു കാര്യം കൂടി ഉണ്ട് മനീഷ്, നിങ്ങളുടെ പ്രശ്നത്തിൽ ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണോ? ഇല്ല, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ശരി.
പ്രസാദം കഴിച്ചോ? ആ നീത്ത എന്നൊരു കാര്യം ചെയ്യാം, ഇന്നത്തെ ലഞ്ച് നമുക്ക് പുറത്തുനിന്ന് ആ വാങ്ങാം. ചപ്പൻ ഹോട്ടലിലേക്ക് പോയാലോ? പിന്നെന്താ? അയ്യോ, പക്ഷെ അമ്മയും പ്രഹ്ലാദനും വീട്ടിലുണ്ടല്ലോ, അവരെ ഒറ്റയ്ക്കാക്കിയിട്ട് എങ്ങനെയാ പോവാ? അതുപോലെ ഇവന്റെ ബർത്ത്ഡേക്ക് ഒരുപാട് ഗസ്റ്റ് വരുന്നുണ്ട്, അതിന്റെ തയ്യാറെടുപ്പുകളൊക്കെ നടത്തണം. എന്നാ ശരി, നമുക്ക് വീട്ടിലേക്ക് തന്നെ പോവാം. ചപ്പാൻ ഹോട്ടലിലേക്ക് നിന്നൊരു ദിവസം ആവട്ടെ. ഓക്കെ. ആഹാ, അപ്പൊ ഇതാണല്ലേ പ്രശ്നം. അപ്പൊ ഈ സ്ത്രീയാണ് മനീഷിന്റെ ഭാര്യ. ഇവളെ ഞാൻ വിടില്ല. രഘു, ശരി ബൈ. എന്താടാ കണ്ണോടൂടെ? എവിടെ നോക്കിയാടാ വണ്ടി ഓടിക്കുന്നേ? നിനക്ക് ബൈക്ക് ഓടിക്കാൻ അറിയില്ലേ? ഇറങ്ങടാ. എന്താടാ നീ ആരടാ ഭ്രാന്തൻ വിളിച്ചേ? നിന്നല്ലാതെ വേറെ ആരെടാ? പിടിക്കണേ. ഈട പന്നി, നിന്നെ ഞാൻ. നീത്ത, വിട. നീത്ത, വിട്. നീത്ത, അമ്മേ നീത്ത, നീത്ത. അച്ഛാ, അമ്മയ്ക്ക് എന്താ പറ്റിയ നോക്ക്. എടാ വാ പോ. നീത്ത, നീത്ത പേടിക്കണ്ട, ഒന്നും പറ്റില്ല. നീത്ത, നിനക്ക് ഒന്നും പറ്റില്ല. മനീഷ്, എന്റെ മൊബൈലിൽ നിങ്ങൾക്ക് കാണാൻ കുറച്ച് വീഡിയോസ് ഉണ്ട്, അത് കാണണം പ്ലീസ്. അമ്മ നീത്ത, അമ്മ നീത്ത, പേടിക്കണ്ട. നീത്ത, നിനക്കൊന്നും സംഭവിക്കില്ല. നീത്ത, കണ്ണു തുറക്ക്. നീത്ത, എന്താ പറ്റിയത്? എന്താ പറ. അയ്യോ മുത്തശ്ശി, ഇതോ രണ്ടുപേര് വന്ന അമ്മേനെ കത്തി കൊണ്ട് കൊത്തിക്കളയൂ. അവള് ചത്തോടാ. അറിയില്ലേ ബൈ. നിങ്ങൾക്ക് എന്താ ഭ്രാന്തായോ? അവരെ കൊല്ലേണ്ട ആവശ്യം തരുന്നു. ആ സ്ത്രീ മനീഷിന്റെ ഭാര്യയായിരുന്നു. രണ്ടും കൂടെ ചേർന്നിട്ട് നമ്മളെ പൊട്ടന്മാരാക്കിയതാ. ചത്തങ്കിയത് നന്നായി. ഇനി നമ്മളെ ഒന്നും ചെയ്യാൻ അവന് ധൈര്യം വരില്ല. കൊല്ലുവാണെങ്കിൽ രണ്ടുപേരെയും കൊല്ലണ്ടിയിരുന്നില്ലേ? അവൻ ഇനി വായ തുറന്നാൽ എന്ത് ചെയ്യും? അമ്മ പറഞ്ഞത് ശരിയാ. നിങ്ങൾക്കൊരു കാര്യം അറിയോ? അവർ നമ്മുടെ വീഡിയോ റെക്കോർഡിംഗ് എടുത്തു വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, നമുക്ക് ബാറിന്റെ ലൈസൻസ് പോലും ഇല്ല. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ? നിങ്ങളൊന്നുകൊണ്ട് വിഷമിക്കണ്ട. എന്തോ ആണെങ്കിലും ഞാൻ നോക്കിക്കോളാം. ഇനിയൊരവസരം കിട്ടുകയാണെങ്കിൽ നിന്റെ കൂടെ നടന്ന നാറിയുണ്ടല്ലോ, അവനെയും തീർത്തേക്കാം. എന്റെ മൊബൈലിൽ നിങ്ങൾക്ക് കാണാൻ കുറച്ച് വീഡിയോസ് ഉണ്ട്, അത് കാണണം പ്ലീസ്. അമ്മ പാരാലൈസ് ആയിട്ട് കിടക്കുക. അമ്മയുടെ രണ്ട് കാലിനും ശേഷിയില്ല. മനീഷ്, മോനെ മനീഷ്. ദിവ്യ, ആഹാ, മനീഷ് ബാബു, വാ 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 വാ, വന്നിരിക്കേ. മനീഷ്, നിങ്ങളോ? നിന്നെ കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. എല്ലാരും ചേർന്ന് എന്നെ ചതിക്കായിരുന്നല്ലേ? ഇത് നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഓ അതെയോ?
എന്നാ ഈ നോക്ക്, നീയും കാണ്. നിങ്ങൾക്കെല്ലാം മനസ്സിലായല്ലോ? അതോ ഇനി എവിഡൻസ് വേണോ? എനിക്കെല്ലാം മനസ്സിലായി. ഈ കള്ളക്കളിയൊക്കെ നീയും നിന്റെ ആളുകളാ ചെയ്തത്. നീതൊക്കെ എന്തെങ്കിലും സംഭവിച്ചോണ്ടല്ലോ, ഞാൻ ഈ നാട് മുഴുവൻ നിന്നെ ഓടിച്ചിട്ട് അടിച്ചു കൊല്ലുവടാ. നീ എന്നെ കൊല്ലോടാ ചെക്ക? മീഖയെ കൊല്ലുവന്നോ? രഘു, ബില്ല, എഴുന്നിട്ട് വാടാ, ഞാൻ ആരാണെന്ന് നിനക്ക് കാണിച്ചു തരാം. നീ എന്നെ കൊല്ലുവന്നോ? പിടിക്കടാ. ഇൻസ്പെക്ടർ, ഇവരാണ് ആ ആൾക്കാര്. എടാ, എല്ലാത്തിനും അറസ്റ്റ് ചെയ്യടാ. എടാ മനീഷേ, ആദ്യം നടന്ന കാര്യങ്ങളൊക്കെ എന്നെ വിളിച്ചു പറഞ്ഞു. അതുകൊണ്ടാണ് പോലീസിനെ വിളിച്ചിട്ട് വന്നേ. എടാ, നീ ടെൻഷൻ ആവണ്ട, എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം. നിങ്ങളെ നിയമം കൈയെടുക്കരുത്. ഇവരുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. എല്ലാത്തിനും കൊണ്ടുപോകട്ടെ. ഇവരുടെ കാര്യം സ്റ്റേഷനിൽ നോക്കാം. ഒരാളെ വെറുതെ വിടരുത് ഇൻസ്പെക്ടർ. എടാ, അവരുടെ കാര്യം പോലീസ് നോക്കിക്കോളും. നീ ഈ സമയത്ത് നിതിയുടെ അടുത്താ ഉണ്ടാവേണ്ടത്. കാര്യങ്ങൾ അല്പം സീരിയസ് ആണ്. നമുക്ക് പെട്ടെന്ന് പോകാം. അയ്യോ മോളെ, അയ്യോ അമ്മേ, മനീഷ് നോക്ക്. നീത, 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 നീത എഴുന്നേക്ക് പ്ലീസ്. ഞാൻ നിന്നോട് സഞ്ജയോടും എല്ലാരോടും കള്ളമായിരുന്നു പറഞ്ഞത്. ദൈവം എന്നോട് ക്ഷമിക്ക് പ്ലീസ്. എനിക്കൊരു ചാൻസ് താ നീത. മനീഷ് ജീവിതത്തിൽ എല്ലാ വിധത്തിലും സന്തോഷവാനായിരുന്നു. പക്ഷെ അതവന്റെ ഭാഗ്യമായിരുന്നു. അവനെന്താ ചെയ്തേ? കള്ളത്തരങ്ങളും ചതിയും വഞ്ചനയും നിറഞ്ഞ ഈ ലോകത്തിൽ ഇത്തിരി കൂടെ സുഖം നേടാനുള്ള ആഗ്രഹം കൊണ്ട് അവന്റെ ആ സന്തോഷങ്ങളെല്ലാം നശിപ്പിച്ചു. അവന് നേരത്തെ ഉണ്ടായിരുന്ന സന്തോഷം. നിത ഒരു നല്ല സ്ത്രീ മാത്രമല്ല, അവർ നല്ലൊരു അമ്മയായിരുന്നു, നല്ലൊരു മരുമകൾ, നല്ലൊരു ചേട്ടത്തി, നല്ലൊരു ഭാര്യയും കൂടിയായിരുന്നു. ഈ ലോകത്ത് നല്ലതിന് വിലയില്ല. അവന്റെ പ്രായം തികയാത്ത കുട്ടിയിൽ നിന്ന് അവന്റെ അമ്മയെ എന്നേക്കുമായി വേർപിരിച്ചു. അവനുണ്ടായി കുറവ് ആർക്കും നിറവേറ്റി കൊടുക്കാനാവില്ല. പോലീസ് ഈ കേസ് മുഴുവൻ അന്വേഷിച്ചു. അപ്പോൾ എല്ലാവരുടെയും സംശയം മനീഷിന്റെ മുകളിലായിരുന്നു. പക്ഷെ അവൻ നിരപരാധിയായിരുന്നു. ഈ മേഘയും മാലിക്കും അവന്റെ കൂട്ടുകാരനും പിടിക്കപ്പെട്ടപ്പോൾ എല്ലാം തെളിഞ്ഞു. ലൈസൻസ് ഇല്ലാതെ ഡാൻസ് ബാർ നടത്തിയ കുറ്റത്തിന് ആ ബാറിന്റെ ഉടമയെ അറസ്റ്റും ചെയ്തു. ദിവ്യയുടെയും അമ്മയുടെയും പേരിൽ വഞ്ചനാ കുറ്റം, പ്രോസ്റ്റിറ്റ്യൂഷൻ റാക്കറ്റ് നടത്തുന്നതിന്റെ കുറ്റം എന്നിവ തെളിയിക്കപ്പെട്ടു. ഇന്നവർ ജയിലഴികൾക്കുള്ളിലാണ്. ഇവിടെ വിട പറയുന്നു അമിത് പച്ചോരി. ക്രൈം അലർട്ടിന്റെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അടുത്തൊരു എപ്പിസോഡിൽ സത്യസന്ധമായൊരു കഥയുമായി നിങ്ങളുടെ മുൻപിലേക്ക് ഞാൻ കടന്നു വരും. അതുവരെ ഓർത്തിരുന്നോളൂ, ക്രൈമിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ അലേർട്ടായിട്ടിരിക്കണമെന്ന്. ക്രൈം അലർട്ട്.